ഹോങ്കോങ്ങിൽ ഒരു ട്രാമിൽ കയറിയേക്കാണ്. അപ്പം ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ നമുക്ക് ഹോങ്കോങ്ങിൽ ഷോപ്പിങ്ങിലൊന്ന് പോയി നോക്കാം. ഹോങ്കോങ്ങിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഷോപ്പിംഗ് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹോങ്കോങ്ങിലെ ഷോപ്പിംഗ് എക്സ്പെൻസീവ് ആണോ ചീപ്പാണോ എന്നൊന്ന് നോക്കാം. ഇന്ന് ഞങ്ങൾ ട്രാമിൻ്റെ സെക്കൻഡ് അപ്പർ ഡക്കിലിരിക്കുകയാണ് കേട്ടോ. സെക്കൻഡ് എന്ന് പറഞ്ഞാലല്ല, അപ്പർ ഡക്കിലിരിക്കുകയാണ്. ട്രാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക? അതൊക്കെ പറഞ്ഞാൽ ആർക്കും കേൾക്കാൻ പറ്റുന്നത് പാളത്തിൽ കൂടെ ഓടുന്ന ഒരു സംഭവമാണ് ട്രാം. ദുബായിലുള്ളവർക്കൊക്കെ ട്രാം എന്താണെന്നറിയാം. നാട്ടിലുള്ളവർക്ക് ട്രാം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ ട്രെയിനല്ല, ബസ് പോലെ, പക്ഷേ ഇങ്ങനെ ട്രാക്കിൽ കൂടെ ഇങ്ങനെ നമ്മൾ റെയിൽവേ ട്രാക്ക് പോലുള്ള സംഭവം, പക്ഷെ റോഡിൽ കൂടെയാണ് പോകുന്നത്. ബസ് പോലെ, ഡബിൾ ഡക്കർ ബസ് പോലെയാണ് സംഭവം. ഞാൻ ഭയങ്കര ഉറക്കെയാണ് പറയുന്നത്. അപ്പോൾ സൈഡിലുള്ള ചേച്ചിയൊക്കെ എന്നെ എന്താണ് ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കാൻ നോക്കുന്നു. വീഡിയോ എടുക്കാൻ മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമാണ് കേട്ടോ. മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ സിറ്റി ടൂറൊക്കെ നടത്താൻ നല്ലൊരു സംഭവമാണ് ഈ ട്രാം. ഈ ഫുള്ള് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഹോങ്കോങ് സിറ്റി ഫുൾ ശരിക്കും കാണാം കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് കോസ്വേ ബേ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഷോപ്പിംഗ്, റീറ്റെയിൽ ഷോപ്പിങ്ങിനൊക്കെ നല്ലൊരു ഏരിയ ആണ്. കോസ്വേ ബേയിൽ നമ്മളിപ്പോൾ ഇറങ്ങുന്ന സ്റ്റേഷൻ ഏത് ഒന്നും അറിഞ്ഞുകൂടാതെ ഇറങ്ങി തിരിച്ചേക്കുകയാണ് കേട്ടോ. നല്ല ആളിലൂടെ ഷോപ്പിങ്ങിന് പോകുന്നത് എത്തിച്ചേരാം. ഞാൻ ഏരിയ തപ്പി കോസ്വേ ബേയിൽ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലൂടെ പോകുന്നതാണ്. അവിടെ പാളത്തിൽ കൂടെ കണ്ടോ, ട്രാമാണ് ഈ വരുന്നത്, ഓപ്പോസിറ്റ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ട്രാം എന്താണെന്ന് മനസ്സിലായി കാണില്ല. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി അറിയാവുന്നൊരു വിചാരിക്കും ഇതൊക്കെ എനിക്കറിയാമല്ലോ. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്ലും പാറയൊക്കെ കിടപ്പുണ്ട്. ഈ വരുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ട്രാം അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരുന്നു. താഴെ തൊഴിലാളികൾ ആ ട്രാമിൻ്റെ പാളം കൺസ്ട്രക്ട് ചെയ്യുന്നു. അങ്ങനെ പലതും നടക്കുന്നുണ്ട്. ഞാൻ റെഡ് ടാക്സിന്ന് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞാണ് മുമ്പിൽ പോകുന്നത്. അപ്പുറത്തൂടെ പോകുന്ന വെറും ഒരു നോർമൽ ഡബിൾ ഡക്കർ ബസ്സാണ് കേട്ടോ. അത് ട്രാമല്ല, സാധാരണ ഇവിടെ ഹിപ്പ് ഹോപ്പ് ബസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതിൽ കൂടെ നമുക്ക് സിറ്റി ടൂറൊക്കെ. ഇവിടെ റൗണ്ട് അബൌട്ട്സ് ഒക്കെ വളരെ കുറവാണ്. കാരണം ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഈ ട്രാം മെത്തേഡ്സിനകത്ത് ഒന്നെങ്കിൽ നമ്മളിവിടെ പൈസ കൊടുക്കാനൊക്കെ ഇവിടുത്തെ ഈ ഒക്ടോപ്പസ് കാർഡ് എന്നൊരു സംഭവമുണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് പൈസ തീരുന്നവരെ യൂസ് ചെയ്യാം. അത് ഒരു ഒക്ടോപ്പസ് കാർഡ് ഒരാൾക്കേ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ അത് ഒരു ക്രെഡിറ്റ് കാർഡ് ഒരാൾക്കേ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മുരളീൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഒരാൾക്ക്, ഇപ്പോൾ എനിക്കാണെങ്കിൽ വേറെ ക്രെഡിറ്റ് കാർഡ് എടുക്കണം. അപ്പോൾ അത് ബസ്സിൽ ടാപ്പ് ചെയ്തപ്പം ഞാൻ വേറെ ക്രെഡിറ്റ് കാർഡ് എടുക്കണം. അല്ലെങ്കിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ എക്സാക്ട് പൈസ കൊടുക്കണം, ബാക്കി തരത്തില്ല. അപ്പോൾ മുരളീന് ഒരു ക്രെഡിറ്റ് കാർഡ് ടാപ്പ് ചെയ്തു. അടുത്ത എനിക്ക് കാർഡ് എടുക്കാൻ ബാഗിൽ നിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പൈസ $5 ഇട്ടു. $3 ഉള്ളൂ, ബാക്കി തരില്ല. ആ $2 പോയി. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അങ്ങനെ ഒരു അബദ്ധം പറ്റി. വിചിത്രകരമായ സിസ്റ്റമായി പോയി. അതെ, വിചിത്രമായ ആചാരങ്ങൾ. $2 കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും സാധനം ചെയ്യായിരുന്നു, അത് പോയി കിട്ടി. ഇതാണ് കോസ്വേ ബേയിലെ സോഗോ മോൾ. ഈ മോളിലോട്ടാണ് നമ്മളിപ്പോൾ കയറി ഷോപ്പിംഗ് നടത്താൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നല്ലൊരു സിറ്റി ഷോപ്പിങ്ങിനൊക്കെ പറ്റിയൊരു നല്ലൊരു ഏരിയ ആണ്. നല്ലൊരു എനർജറ്റിക് ആക്റ്റീവ് ഏരിയ ആണ് കേട്ടോ. അപ്പുറത്തേയും കണ്ടു, പക്ഷെ ഇവിടുന്ന് മേടിക്കില്ല കേട്ടോ. വില നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റും. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പറയാ നീ ഇവിടുന്ന് മേടിക്കുന്നില്ല.
പോലെ ഇറങ്ങി. ഇപ്പം ഇങ്ങനെ നടന്ന് മുരളിയേട്ടൻ വേറൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞങ്ങളൊരു സ്വെറ്റർ വിൻ്റർ വെയർ ഒക്കെ കിട്ടുന്നൊരു കട കണ്ടു. അപ്പം 2 തെർമൽ വെയർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ട് മുരളിയേട്ടൻ ബില്ല് ചെയ്യാൻ കൊടുത്തേക്കാണ്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ടെമ്പറേച്ചർ നോക്കിയപ്പം ഒരു 20-22 ഒക്കെയാണ് കണ്ടത്. ഹോങ്കോങ്ങിൽ ഇപ്പം പൊതുവേ ഈ സമയത്ത് തണുപ്പ് സീസണാണ്. പക്ഷെ ഇത്രയും തണുപ്പാണ്. ഞാൻ ജസ്റ്റ് ആ ഫ്ലൈറ്റിലൊക്കെ ഇട്ടുകൊണ്ട് വന്ന ജാക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. ഇത്രയും തണുപ്പ് കാണുമെന്ന് വിചാരിച്ചില്ല. കാരണം പകലൊക്കെ ഞാൻ വിചാരിച്ചു വൈകുന്നേരമൊക്കെ ആയിരിക്കും, കാരണം ഈവനിങ് തണുപ്പ് അങ്ങനെയൊക്കെയാണ് എഴുതിയിരുന്നത്. ഇത് ഭയങ്കര തണുപ്പ്. നമ്മൾ ഈ ഗൂഗിളിൽ കാലാവസ്ഥാ പ്രവചനം വെച്ചിട്ടുള്ള ഇത് ഭയങ്കര കാറ്റ്. പകലൊക്കെ നടക്കുമ്പോഴും ഭയങ്കരമായിട്ട് തണുക്കുന്നു. അപ്പോൾ ഒരു തെർമൽ വെയർ അതാ ഭാഗത്തെങ്കിലും ഇടുമ്പോഴത്തേക്ക്, കാരണം എനിക്ക് എല്ലാത്തിൻ്റെയും കൂടെ ജാക്കറ്റ് നടക്കുമ്പോൾ ഒരു സുഖമില്ല. ഞാൻ അങ്ങനത്തെ വലിയ സ്വെറ്ററൊന്നും എടുത്തില്ല. ഇവിടെ തന്നെ ഇപ്പോൾ സ്വെറ്ററായിട്ട് നല്ല രസമുള്ളത് കണ്ടാൽ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഒരു തെർമൽ വെയർ എടുത്തു 2 പേർക്ക്. എനിക്ക് പിന്നെ ഒരു 15-20 മിനിറ്റ് ബാഗ് കടയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് നടത്തി ഞാനിവിടെ തപ്പി നോക്കിയപ്പം ഇവിടെ ഒരു കട കണ്ടു. കട കണ്ടു കഴിഞ്ഞാൽ അവിടെ വന്ന് ബാഗ് നോക്കിയിട്ട് ബാഗ് നോക്കിയപ്പോഴത്തേക്ക് ഇന്ത്യൻ റുപ്പീസ് 5,66,000 രൂപയുടെ ബാഗ്, അതായത് 56,000 ഹോങ്കോങ് ഡോളറിന്റെ കടയിലാണ് ഇപ്പോൾ ഞങ്ങൾ കയറിയിട്ട് വന്നത്. കേറിയ പോലെ ഇറങ്ങി. ഞാൻ ഒരു ബാഗ് നോക്കി ഒരു വില പറഞ്ഞ് ഞാൻ ഞെട്ടലൊന്നും ഭാവിക്കാതെ അതവിടെ വെച്ചിട്ട് അപ്പുറത്തെ ഒരു കോംപ്ലക്സ് കയറി അവിടെ ഭയങ്കര വിലയാന്നും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇവിടെ നോക്കുമ്പം ഇവിടെ എനിക്ക് തോന്നുന്ന കടകളിലൊക്കെ ഒന്നിലെ ആശാന്റെ നെഞ്ചത്തില്ലേ കളരിക്ക് പുറത്തെന്ന് പറയുന്ന പോലെ ഞാൻ തോന്നുന്നു. അതായത് ഒന്നിലെ അങ്ങ് ആകാശം മുട്ടുന്ന വില, ഇല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഷോപ്പിൽ ഇതുവരെ പോയിട്ടില്ല. അത് വേറെ കാര്യം. ഞാനൊരു നോർമൽ ബാഗ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ? ബാഗ് തപ്പി നടന്നിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ എനിക്ക് തോന്നുന്നത് ഡിയോർ, ചാനൽ ഇങ്ങനത്തെ ബ്രാൻഡുകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ബാഗ് എടുക്കാൻ പറ്റുമോ എന്നുള്ള ആഗ്രഹം സഫലീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ഹോങ്കോങ്ങിൽ വന്നിട്ടൊരു നോർമൽ ചെറിയ ബാഗ്, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം നടക്കും. ഞാൻ നിങ്ങളെ ഹോങ്കോങ് ഷോപ്പിംഗ് ചീപ്പാണോ എക്സ്പെൻസീവ് ആണോ എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് ഇപ്പം തന്നെ വീഡിയോയുടെ കൺക്ലൂഷൻ കിട്ടി കാണുമല്ലോ. 5 ലക്ഷം രൂപയുടെ ബാഗ് ചീപ്പൊന്നുമല്ല. എനിക്കറിയില്ല ഇത്രയും. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ഇന്ത്യൻസിനെ ഒന്നും ഇവിടെ കാണുന്നേ ഇല്ല. എല്ലാം ചൈനീസ് ഒറിജിനൽ ആൾക്കാരെ മാത്രമേ കാണുന്നുള്ളൂ. ഇനി ഇവരൊക്കെ ഇത്രയും വിലക്കാണ് ഇവിടെ സാധനങ്ങൾ മേടിക്കുന്നതെന്ന് എനിക്കറിഞ്ഞു. അതെ, എന്താ വില സാധനങ്ങൾക്ക്. ഇവിടെ അടുത്ത 1 ലക്ഷം രൂപയുടെ ബാഗും തപ്പി പോയിട്ടുണ്ട്. ഞാനകത്തേക്ക് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അകത്ത് ഒറ്റയ്ക്ക് നിൽപ്പുണ്ടായി. ദൂരേന്ന് കാണാമോ? ഞാൻ കയറില്ല എന്ന് ഞാൻ പറഞ്ഞു. തമാശകരമായ കാര്യം, ഞങ്ങൾ രാവിലെ ഡിയോർ തപ്പി പോയില്ലേ. ഡിയോർ തപ്പിപ്പോയ ആ കോംപ്ലക്സിൻ്റെ സോഗോ കോസ്വേ കോംപ്ലക്സിൻ്റെ നേരെ മേളിലായിരുന്നു കംപ്ലീറ്റ് ബാഗ്. ഇത്രയും ബാഗുകൾ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ തപ്പി ഏതോ ഒരു സ്ഥലങ്ങളിലോട്ടൊക്കെ പോയിട്ട് ഇപ്പം തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതേ മേളിൽ ബാഗ് ഒരു ലോഡ് ഇരിക്കുന്നത്. എല്ലാ കടയിലും ബാഗ്. അങ്ങനെ ഞാൻ ഈ ബാഗ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. കോച്ചിൻ്റെ ഒരു ചെറിയ ഒരു ബ്രാൻഡഡ് ബാഗ് വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഹാൻഡി ബാഗ്. കോച്ചിൻ്റെ ബാഗ് കിട്ടി. അങ്ങനെ ഞാൻ ഹാപ്പിയായി. അപ്പോൾ ഹോങ്കോങ്ങിലെ ഷോപ്പിംഗ് എക്സ്പെൻസീവ് ആണെന്ന് മനസ്സിലായല്ലോ. എല്ലാം ഭയങ്കര കത്തി ബ്രാൻഡ്സാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തീരെ വഴിയിലുള്ള ഒട്ടും കൊള്ളാത്ത സാധനങ്ങളാണ്. അത് തീരെ കച്ചവട സാധനങ്ങളാണ്. നമുക്കത് കണ്ടാലും മേടിക്കാനേ. ടെമ്പിൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു നൈറ്റ് മാർക്കറ്റാണ് കേട്ടോ. ബേസിക്കലി വൈകുന്നേരം 6 മണിക്കാണ് ഇത് ഓപ്പൺ ആവുന്നത്. അപ്പം രാത്രിയിൽ 1 മണി 3 മണി വരെയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നല്ല തിരക്കാണ് രാത്രിയിലാകുമ്പോഴത്തേക്കും ഇവിടെ. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ പോകണമെന്ന് തീരുമാനിച്ച് വന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഒരു റോഡ് സൈഡ് മാർക്കറ്റ് പോലെയാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നമ്മുടെ നാട്ടിലെ ഒരു എക്സിബിഷൻ മോഡലാണ്. ഇതിൻ്റെയൊക്കെ വില ചോദിച്ചാൽ മനസ്സിലാവും റേറ്റ് എങ്ങനെയാണ്. ചൈനീസ് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മളിങ്ങനെ സാധനങ്ങൾ കണ്ടിട്ടില്ലേ? ടോങ് ടോങ് ടിങ് ടിങ്
ആ സാധനങ്ങളാണ് ഇത്. നല്ല രസമില്ലേ കാണാനായിട്ട്? ഇതെല്ലാം ഇങ്ങനെ ചൈനീസ് മാലകൾ, മൊത്തം ഒരു ചൈനയിലെത്തിയ പോലെ ഒരു ഫീലുണ്ട് ശരിക്കും. ഇവിടെ അത്യാവശ്യം പ്രൈസ് കുറവാണ് കേട്ടോ. അത്യാവശ്യം പ്രൈസ് കുറവല്ല, ഇവിടെ പ്രൈസ് കുറവാണ് ഈ ഷോപ്പുകളിലെല്ലാം. ഇതൊക്കെ കണ്ടോ, 1 പീസ് $30. $30 എന്ന് പറഞ്ഞാൽ 300 രൂപ. നേരത്തെ പറഞ്ഞ ബൗളിൻ്റെ പേര് ദേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫുൾ മൂൺ ബൗൾ. അതിൻ്റെ വലിയ ബൗൾ, വലിയ ചരുവ് ഇവിടെ ഇരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ ശരിയാ അല്ലേ, ഫുൾ മൂൺ ബൗൾ. പക്ഷെ ഇത് ഹാഫ് മൂൺ അല്ലേ ഉള്ളൂ, ഇതിനെന്തിനാ ഫുൾ മൂൺ ബൗൾ എന്ന് പേര് വന്ന്? ഹാഫ് ബൗൾ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതല്ല, അതിൻ്റെ ഒരു പൊട്ടത്തരമായിരുന്നു. ഇത് സൗണ്ട് ബോളാണ്, സിംഗിങ് ബോളാണ്. നമ്മൾ ഈ മ്യൂസിക് തെറാപ്പി അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്താണ്. ആക്ച്വലി സൗണ്ട് വരുന്ന ഒരു ബൗളാണ്. ഇതിൻ്റെ അത് കറക്റ്റ് രീതിയിൽ അവരിങ്ങനെ കേൾപ്പിച്ചായിരുന്നു കേട്ടോ. നല്ലൊരു മ്യൂസിക് വൈബ്രേഷൻ വരും കറക്റ്റ് രീതിയിൽ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ. ടെമ്പിൾ സ്ട്രീറ്റിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇത് കുറച്ച് ചീപ്പായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പം സാധനങ്ങൾ മേടിക്കാൻ ആഗ്രഹമുള്ളവർ ഹോങ്കോങ്ങിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ്. ഇവിടെ 2 മണിക്ക് ഓപ്പൺ ആകും കേട്ടോ. 2 to 12 എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ 2 മണിക്ക് അധികം ഷോപ്പൊന്നും തുറക്കത്തില്ല. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഒരു 5-6 മണിയാവും മിക്ക എല്ലാ ഷോപ്പുകളും ഓപ്പണായി വരാനായിട്ട്. പക്ഷെ രാത്രിയിൽ വന്നാൽ നല്ല രസമാണ്. ഇതിലെ കൂടെ നടക്കാനും സാധനങ്ങൾ മേടിച്ചില്ലെങ്കിൽ വെറുതെ നടക്കാൻ രസമുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ എക്സിബിഷനൊക്കെ കണ്ടിങ്ങനെ നടക്കുന്ന പോലെ കുറേ ചീപ്പായിട്ടുള്ളൊരു സാധനങ്ങളൊക്കെ മേടിക്കാനും പറ്റും. നല്ലൊരു ഏരിയയാണ്. അത്യാവശ്യം നടക്കാനും ഉണ്ട്. തണുത്ത് വിറച്ചു. ഈ സമയത്താണ് പക്ഷേ മഴയില്ല. ജാക്കറ്റൊക്കെ കൊണ്ട്, വിൻ്റർ വെയറൊക്കെ കൊണ്ട് വന്നാൽ ഇങ്ങനെ തണുത്ത് വിറയ്ക്കാതെ എന്നെ പോലെ ഇത്രയും പാടുണ്ട് എനിക്ക്. പക്ഷെ തണുപ്പ് സഹിക്കാൻ കുറച്ച് പാടുള്ള കൂട്ടത്തിലായതുകൊണ്ടായിരിക്കും ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നത്. അപ്പം ഹോങ്കോങ് ഷോപ്പിംഗ് ചീപ്പ് ഓർ എക്സ്പെൻസീവ് എന്ന് ചോദിച്ചാൽ ഭയങ്കര ബ്രാൻഡഡ് സൈഡ് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസീവ് ആണ്, അല്ലാതെ ചീപ്പായിട്ടുള്ള ഏരിയയും ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പക്ഷെ നമുക്കിനിയും നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് കാണാം. Bye.